സെബാസ്റ്റ്യൻ ശങ്കരത് എത്രാമത്തെ വർഷമായിരിക്കും ഇപ്പൊ ഇവിടുത്തെ തൃശ്ശൂർ ഈ ആനയൂട്ടിനെത്തുന്നത്, വടക്കുന്നാഥൻ ആനയൂട്ടിനെത്തുന്നത്? ഞാൻ ആന വാങ്ങിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ഇത് 6ാമത്തെ കൊല്ലാണ്. 6 കൊല്ലം വിനേഷ് ശങ്കർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആനയൂട്ടിന് കൃത്യമായിട്ട് എത്തിച്ചേരാറുണ്ട്, വരാറുണ്ട്. ഈ ആനയൂട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് പലപ്പോഴും ഒരു ഗണപതി പ്രീതിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ഒരു വഴിവല്ലേ, ഒരു ദൈവികമായിട്ടൊരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക്. എങ്കിലും ഇപ്പൊ നമ്മൾ ജാതി മതമൊന്നും, ആനയ്ക്ക് ജാതി മതം ഇല്ലെങ്കിൽ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ആനയെന്ന് പറയാവുന്ന ഒരു ആനയായിട്ട് പോലും അവൻ കൃത്യമായിട്ട് ഇതിന് എത്തുന്നുണ്ട്. ആൻഡ്രോ ചേട്ടനൊരു ഉടമ എന്നുള്ളതിൽ എന്താണ് ഈ ഒരു ആനയൂട്ടിന് കൽപ്പിക്കുന്ന പ്രാധാന്യം? എന്ന് വെച്ചാൽ ഫസ്റ്റില് ഒരുപാട് ആനകളിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ അടുത്തൊരു പൂരമായിട്ട് കണക്കാക്കാവുന്നതാണ്. പല ഉടമസ്ഥന്മാരും ആനപ്രേമികളും തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, പാലക്കാട് എന്നിവിടുത്തെ ഉടമസ്ഥന്മാരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു ആന വന്നത് എനിക്കറിയാം, ഷാജിരാന. അത് ലോറി വാടകയൊക്കെ ആളെന്നെ സ്വയം സഹിച്ച് കൊണ്ടുവരുന്നതാണ്. അമ്പലത്തിൽ നിന്ന് പാപ്പാന്മാർക്കൊരു ബാറ്റ മാത്രമേ കിട്ടുള്ളൂ, പിന്നെ ആനയ്ക്ക് പട്ട മാത്രം. പക്ഷേ ഇതിനോട് ദൈവികമായിട്ടുള്ള ഒരു കടപ്പാടും കൂടിയുണ്ട് ആനകളെ പങ്കെടുപ്പിക്കുന്നത്. വടക്കുന്നാഥൻ അമ്പലത്തിൽ മാത്രമല്ല ഇപ്പോൾ ഊട്ട് നടക്കുന്നത്, ചുറ്റുപാടുമുള്ള എല്ലാ അമ്പലത്തിലും ഇപ്പോൾ ഊട്ട് നടക്കുന്നുണ്ട്. അതായത് ഗണപതിക്കുള്ള ഒരു പ്രീതിക്കായുള്ള കർക്കിടകം തൊട്ട് ചിങ്ങം 1-ാം തീയതി വരെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ മറ്റുള്ള അമ്പലത്തിൽ പോകുമ്പോഴും പൈസ ഒന്നും കിട്ടണമെന്നില്ല. 2-3 ആനകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ അമ്പലത്തിലും. ലോകത്തിലെ ഇന്ത്യയിൽ ആന ഒഴിച്ച് പല മൃഗങ്ങൾക്ക് ഇങ്ങനെ ഊട്ടുണ്ട്. പറശ്ശിനിക്കട പറയില്ലേ, കണ്ണൂര് പട്ടികളൊക്കെയാണ് അവിടെ. പട്ടി പാമ്പനില്ലേ, അത് അവിടെ അല്ല. പറശ്ശിനിക്കടവിൽ പാമ്പില്ല, ഇല്ല. അത് ഒരു ഇതാണ്, എന്താ ഒരു സ്നേക്ക് പാർക്ക്. പിന്നെ എലികൾക്കുള്ള അതൊരു ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു മൃഗങ്ങളോടുള്ള സ്നേഹം പ്രത്യേകിച്ച് കാണുന്ന ആനൂട്ടിന്റെ അത്ര പ്രാധാന്യം ഒന്നിനും തന്നെയില്ല. ഈ മരവും മനുഷ്യനും കൂടിച്ചേർന്ന ഒരു ബന്ധം, ധാരണ ഇന്ത്യൻ ഫിലോസഫിക്ക് ഉണ്ട്. ആദ്യം മുതൽ പഴയ കാലത്തെ ഉണ്ട്. കർക്കിടക പുലരിയിൽ വെളുപ്പിന് കുറച്ച് മഴ പെയ്തെങ്കിലും പിന്നീട് ആനയൂട്ടിന്റെ നേരമായപ്പോൾ മഴ മാറി മാനം തെളിഞ്ഞു. എങ്കിലും പ്രവൃത്തി ദിവസമായതുകൊണ്ടാവാം ജനത്തിരക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി തെല്ല് കുറവായിരുന്നു. പതിവ് പൂരപ്പറമ്പുകളിൽ നിന്നും വിഭിന്നമായി തലപ്പൊക്കത്തിന്റെയും കുത്തിപ്പൊക്കലിന്റെയും അനാവശ്യ ബലംപിടുത്തങ്ങളും അനാരോഗ്യകരമായ മത്സര സംഘർഷങ്ങളും ഒഴിഞ്ഞു മാറുന്ന ഈ അരങ്ങിൽ ആനകൾക്കിടയിൽ തീർച്ചയായും കുശലാന്വേഷണങ്ങൾക്കും കൊച്ചുവർത്തമാനങ്ങൾക്കുമേ ഇടമുണ്ടാകും. മത്സരപൂരങ്ങളിൽ ആനക്കമ്പക്കാരും പൂരക്കമ്മിറ്റിക്കാരും ആനക്കാരും ആന ഉടമയുമെല്ലാം പൊങ്ങട്ടങ്ങനെ പൊങ്ങട്ടെ എന്ന ഒരേ ഒരു മുദ്രാവാക്യവും ദുർമന്ത്രവാദവുമായി ആനകൾക്ക് ചുറ്റും പഞ്ചാഗ്നി വലയം സൃഷ്ടിക്കുമ്പോൾ തന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ബീഹാറി ബാബുവിനോടും ആൻഡമാൻ അണ്ണനോടുമൊക്കെ സുഖമല്ലേ ഭായി, ഈ സീസണിൽ നീ എത്ര പൂരം എടുത്തു, അല്ല അവരെ നിന്നെ കൊണ്ട് എത്രയെണ്ണം എടുപ്പിച്ചു എന്ന് ലോഹ്യം ചോദിക്കാൻ ആനയ്ക്ക് എവിടാ നേരം? അല്ലെങ്കിൽ ഇത്തവണ നിന്റെ മീശ വെട്ടിയ അല്ല കൊമ്പ് മുറിച്ച ചേട്ടന്റെ കൈമിടുക്ക് അത്ര വെടിപ്പായില്ലട്ടോ എന്നൊക്കെ ചോദിക്കാനും പറയാനും ഒരാനയ്ക്ക് കഴിഞ്ഞെന്ന് വരുമോ? എങ്ങനെ കഴിയാൻ? 2 നാൾ അടുപ്പിച്ച് മഴ പെയ്താൽ ഒടുക്കത്തെ ഒരു മഴ, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പദം പറയുന്ന മലയാളിയെ പോലെ തന്നെ ആവാം കുറച്ചു ദിവസം അടുപ്പിച്ച് ഉത്സവം കൂടി കഴിയുമ്പോഴുള്ള ഓരോ ആനയുടെയും പ്രതികരണം. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവൻ എവിടെയെങ്കിലും സമാധാനമായിട്ട് കിടക്കാമായിരുന്നു എന്നാവും സ്വാഭാവികമായും ആനകളുടെ പ്രാർത്ഥന. പക്ഷേ ഉത്സവങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ഇടവം മിഥുനം മാസങ്ങളിൽ പരസ്പരം കാണാതെ, മിണ്ടാനും പറയാനും സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ഒരുവനെ പോലും കണ്ടുകിട്ടാതെ ഏതെങ്കിലും ഒരു ആനപ്പറമ്പിന്റെ ഏകാന്തതയിലേക്ക് അല്ലെങ്കിൽ ഒരു തടിക്കൂപ്പിന്റെ ഭീകര ശാന്തതയിലേക്ക് പിൻവാങ്ങപ്പെടുന്ന ആനപുരുഷന്മാർക്ക് ആകെ ഒരു വീർപ്പുമുട്ടലായിരിക്കും, തിക്കുമുട്ടലായിരിക്കും. തടിക്കൂപ്പിലൊന്നും പണിയെടുക്കേണ്ടാത്ത VVIP ഭാഗ്യജന്മങ്ങളാണെങ്കിൽ കൂടി പ്രത്യുൽപാദനപരമായി ഒന്നും ചെയ്യാനില്ലാത്ത വെറുതെ നിന്ന് തീറ്റ അവർക്ക് ഒരു 6 ബോറൻ ഏർപ്പാട് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും എന്ത് പണിയെടുത്തിട്ടായാലും വേണ്ടിയില്ല
കൂട്ടത്തിൽപ്പെട്ട 3-4 കണ്ടാൽ മതിയെന്നും പറഞ്ഞിരിക്കുന്ന നേരത്താവും ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി എന്ന് പറയും പോലെ കർക്കിടക പുലരിയിലെ ആനയൂട്ടിങ്ങെത്തുന്നത്. വടക്കുന്നാഥൻ സാക്ഷിയായി നിന്ന് അരങ്ങേറുന്ന തൃശൂർ പൂരത്തിന്റെ തെക്കോട്ടിറക്കത്തിന് പാറമേക്കാവിന്റെ തിടമ്പേറ്റുന്ന പാറമേക്കാവ് ശ്രീപത്മനാഭൻ ആനയൂട്ടിന് ഹാജരുണ്ടെങ്കിലും തിരുവമ്പാടിയുടെ പടനായകൻ തിരുവമ്പാടി ശിവസുന്ദർ രംഗത്തില്ല. മറിച്ച് ഈ സമയം അവൻ മതക്കാല ബന്ധനത്തിലും വിശ്രമത്തിലുമാണ്. ജൂനിയർ ശിവസുന്ദർ എന്ന് പേരുകെട്ട അടിയാട്ട് അയ്യപ്പനും ഇക്കുറി മതക്കാല ലീവിൽ തന്നെ. പൂക്കോടൻ ശിവനായിരുന്ന ഗജവീരനെ മോഹവില കൊടുത്തു വാങ്ങി തിരുവമ്പാടി തട്ടകത്തിന് സമർപ്പിച്ച വ്യവസായ പ്രമുഖൻ സുന്ദർ മേനോന്റെ വീട്ടിലെ ഷവർ ബാത്ത് അടക്കമുള്ള ഹൈടെക് ആനപ്പന്തലിലാണ് തത്സമയം ശിവസുന്ദറിന് വിശ്രമം. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തൃശ്ശൂരുള്ളതായ വടക്കുന്നാഥിലെ ആനയൂട്ടിനെ പറ്റി പറഞ്ഞു. ആനയൂട്ടിന് ഗണപതി പ്രീതിക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷ ഗണപതിക്ക് ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഗണപതി ഹോമം ചെയ്യുന്നു എന്നതിനെ കവിഞ്ഞ് കുറേ കൂടി മനുഷ്യന്മാരായിട്ടുള്ള ബന്ധമുള്ളതായ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പൂരത്തിൻ്റെ സീസൺ കഴിഞ്ഞാൽ പൂരമില്ലാത്തതായ ഈ കർക്കിടകത്തിലെ സീസണിൽ ആനക്കാർക്ക് ഒരുമിച്ച് വന്ന് ചേരാനുള്ളതായ ഒരു സന്ദർഭമാണ്. മറ്റു പൂരപ്പറമ്പിൽ അവിടെയും ഇവിടെയൊക്കെ കാണും. ഈ കർക്കിടക മാസത്തിൽ ഇപ്പം പലപ്പോഴും കർക്കിടകത്തിലും ചെറിയ ചെറിയ പൂരം ഉണ്ടായിരുന്നു വരാം, ഒരു ധാരാളമില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ ആനക്കാർക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാനുള്ള സമയം ആനയ്ക്കും മനസ്സുണ്ടാവുമല്ലോ. പലതരത്തിലുള്ള ഈ ആനകളൊക്കെ ചിലപ്പോൾ നമുക്കറിയില്ല അതിൻ്റെ സൈക്കോളജി. കഴിഞ്ഞ കുംഭമത്തിൽ നമ്മൾ കണ്ടതല്ലേ എന്നൊക്കെ ചിലപ്പോൾ ഒരു ആന വേറെ ആനോട് ചോദിച്ചിട്ടുണ്ടാകുന്ന വരും. അതിൻ്റെ മൃഗങ്ങളുടെ സൈക്കോളജി നമുക്ക് അത്രയും അറിയില്ല. ഉണ്ടെങ്കിലും ആ മൃഗങ്ങൾക്ക് വന്നു ചേരാനുള്ള സന്ദർഭം. പിന്നെ ഇപ്പം നിയമപരമായിട്ട് അരുതാത്തതാണെങ്കിലും ആനയുടെ കച്ചവടവും നടക്കും. ഇപ്പം എൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നതായ 1-2 ആൾക്കാരിൽ 1-2 ആളെ ഞാൻ അറിയും. ആനയെ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ആ റെയിൽവേ മോഹനൊക്കെ അവരെ പോലുള്ള ആൾക്കാർ ഇവിടെ കാണുമ്പോഴാണ് പറയാ ആ ആന നമുക്ക് 39 മേടിക്കാട്ടോ 38 മേടിക്കാന്നൊക്കെ പറയുന്ന അങ്ങനെ. അപ്പൊ മൂന്ന് ആസ്പെക്റ്റ് അതിനുണ്ട്. നമുക്ക് ഇങ്ങനെ കാണാം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ഇതൊക്കെ ഈ ഇതിനൊക്കെ പുറമെ ഗണപതിയുടെ ഊട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്നല്ല, ഈശ്വര വിശ്വാസികളുടെ വിചാരം അങ്ങനെയാണല്ലോ, ആ അനുഗ്രഹവും ഉണ്ടാവും. ഇപ്പോൾ വർഷാവർഷം കർക്കിടകം 1-ാം തീയതി തൃശൂർ വടക്കുന്നാഥനിൽ നടന്നുവരുന്ന ആനയൂട്ട്. അത് കഴിഞ്ഞ ഉത്സവകാലത്തിന് ശേഷമുള്ള ആനപ്രേമികളുടെയും ആനകളുടെയും പുനഃസമാഗമ വേദിയാണ്. പോക്രാം തവളകളുടെ കച്ചേരിയും പെരുമഴ പൊതുവാളിന്റെ പഞ്ചാരിമേളവും കത്തിക്കയറുന്ന കർക്കിടക പുലരികളിൽ ഇപ്പോൾ നാടായ നാട് മുഴുവൻ ആനയൂട്ടുകളുടെ അയ്യരുകളിയാണെങ്കിലും ആനയൂട്ടുകളുടെ അപ്പൻ തമ്പുരാൻ എന്ന് പറയാവുന്ന ആനയൂട്ട് ഒന്നേയുള്ളൂ, വടക്കുന്നാഥൻ ആനയൂട്ട്. 10:45 ഉദ്ദണ്ണന്മാരും ഉഗ്രപ്രതാപികളും കയ്യും വായും കഴുകി സദ്യയ്ക്കുള്ള പന്തിയിൽ കയറി നിൽക്കുമ്പോഴും ഗമയിലും പത്രാസിലും ആർക്കും ഒരു കുറവുമുണ്ടായിരുന്നില്ല. പടയ്ക്ക് പിമ്പും പന്തിക്ക് മുമ്പുമായിരിക്കണമെന്ന മാനുഷിക പ്രമാണങ്ങൾ മനുഷ്യരെ കണ്ടും കേട്ടും പഠിക്കുന്ന ആനകളും അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടതുപോലെ. പക്ഷേ ഇങ്ങനെ ഉണ്ണാനിരിക്കുന്ന നിൽക്കുന്ന നേരത്തും പാപ്പാന്മാരെന്തിനാ വെറുതെ തല പൊന്തിക്കുന്നതെന്ന് മാത്രം അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യ മാർജാരന്മാരൊക്കെ അവരുടെ സദ്യക്ക് വെറുതെ കഴുത്തും പൊന്തിച്ച് വിളമ്പുകാരന്റെ പാത്രത്തിലേക്ക് തലയും നീട്ടിയിരിക്കുന്നവനാണോ ഏറ്റവും കൂടുതൽ ചോറും കറിയും വിളമ്പിക്കൊടുക്കുന്നത് എന്നാവാം അവരുടെ ന്യായമായ സംശയവും ചോദ്യവും. മഴയൊഴിഞ്ഞ നേരത്ത് VIP-കളെല്ലാം എത്തിയതോടെ ആനയൂട്ടിന്റെ ഔപചാരിക ഉദ്ഘാടനവുമായി.
കുറ്റിമുക്ക് കണ്ണൻ എന്ന ഇത്തിരി കുഞ്ഞന്റെ വായിൽ നിവേദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. മാധ്യമപ്പടയും പിന്നെ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരുമെല്ലാം അതോടെ അവനെ അങ്ങ് വളഞ്ഞു. അല്ല, ചക്കപ്പഴത്തിൽ ഈ